चक्षुरुन्द्रं तस्मै श्रीगुरवे नमः। नमो ओं विष्णुपदाय कृष्णप्रेष्ठाय पूरे श्रीमते जयपताक स्वामिनिधि नामिने। नमाचार्यपदाय निताय कृपपदाय गौरगदाधापदाय नगरग्रामकारिणे। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചൈതന്യ ചരിതാമൃതം ആദിലീല അഞ്ചാമത്തെ അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 57 വരെ നമ്മൾ വായിച്ചു. 58 മുതലാണ് വായിക്കാനുള്ളത്. ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിത്യാനന്ദ ബലറാമൻ മഹാത്മ്യമാണ്. നമ്മൾ പഠിച്ചു ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ എക്സ്പാൻഷൻ ആണ് ബലരാമൻ. അതിൽ നിന്ന് 4 ചതുർവ്യൂഹങ്ങൾ വരുന്നു, ചതുർവികാസങ്ങൾ. അനിരുദ്ധൻ, വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ. ആ സംഘർഷം വീണ്ടും നാരായണൻ ഉത്ഭവിക്കുന്നു. അതിന് വീണ്ടും 4 ചതുർവിസരണം. അനിരുദ്ധൻ, വാസുദേവൻ, മഹാസംഘർഷണൻ, പിന്നെ പ്രദ്യുമ്നൻ. അതിൽ നിന്നാണ് പുരുഷ അവതാരങ്ങൾ വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ആത്മീയ ലോകത്തില് ബലദേവന്റെ എക്സ്പാൻഷൻ, മഹാസംഘർഷണൻ സർവകാരണങ്ങൾക്കും കാരണമാകുന്നു. കാരണം ഭഗവാന്റെ ആദ്യത്തെ വിസരണമാണ് ബലരാമൻ. ആ ബലരാമന് വീണ്ടും സംഘർഷം ഉണ്ടാകുന്നു. അപ്പൊ സംഘർഷനാണ് എല്ലാ കാരണങ്ങൾക്കും കാരണം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ആ നിത്യാനന്ദ ബലരാമന്റെ ഒരു ഭാഗിക വിസ്തരണമാണ് സംഘർഷണൻ. നിരാകാര ബ്രഹ്മം അല്ലെങ്കിൽ ബ്രഹ്മജ്യോതി വൈകുണ്ഠത്തി ലോകത്തിലല്ല, അതൊന്ന് പുറത്താണ്. അപ്പോ പിന്നെ 3 വിഷ്ണുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് തുടർന്ന് വായിക്കാം. 58 ശ്ലോകം. 57 ഒന്നുകൂടെ വായിക്കാം. മായാശക്തി കാരണസമുദ്രത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നു. മായയ്ക്ക് അതിന്റെ ജലത്തെ സ്പർശിക്കാനാവില്ല. 58 അവസ്ഥിതി ജഗതേര ഉപാദാന. ഇവിടെ പറയുന്നത് മായയ്ക്ക് 2 വിധത്തിലുള്ള അവസ്ഥകളുണ്ട്. പ്രധാന വിളിക്കപ്പെടുന്ന പ്രകൃതിയാണ് അത്. ഭൗതിക ലോകത്തിലെ ഘടകപദാർത്ഥങ്ങൾ ലഭ്യമാകുന്നു. അപ്പൊ അതില് പാവാർത്ഥത്തില് അതിൽ പറയുന്നത് പരമദിവ്യത്വം പുരുഷനായ ഭഗവാന്റെ ബാഹ്യശക്തിയായ മായ 2ആയി വിഭജിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ മായയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ മായ 2ആയി വിഭജിക്കപ്പെടുന്നു. ഭൗതിക സൃഷ്ടിയുടെ കാരണവും അതിന്റെ ഘടകപദാർത്ഥങ്ങളുടെ വിതരണക്കാരിയും മായയാണ്. വിശ്വഹേതു എന്ന നിലയിൽ മായ എന്നും സൃഷ്ടിക്ക് ആവശ്യമായ മൂലകങ്ങൾ നൽകുന്നവൾ എന്ന നിലയിൽ പ്രധാന എന്നും അവർ അറിയപ്പെടുന്നു. അപ്പോ വിശ്വഹേതു എന്ന നിലയിൽ മായ എന്നും സൃഷ്ടിക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ നൽകുന്നവൾ എന്ന നിലയിൽ പ്രധാന എന്നും അറിയപ്പെടുന്നു. ബാഹ്യശക്തിയുടെ ഈ വിഭാഗങ്ങളിലെ വിശദമായ വിവരണം ശ്രീമദ് ഭാഗവത്തില് 11:24 1-4 നൽകിയിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ മറ്റൊരിടത്ത് 10:63-26 ഭൗതിക പ്രപഞ്ച സൃഷ്ടിയുടെ ഘടകപദാർത്ഥങ്ങളും കാരണവും താഴെ കൊടുത്തിട്ടുള്ളതുപോലെ വിവരിക്കപ്പെട്ടിരുന്നു. കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ
ദ്രവ്യം ക്ഷേത്രം പ്രാണ ആത്മവികാരഃ തത്സംഘാത ബീജരോഹ പ്രവാഹാസ് ത്വന്മായേഷാ തന്നിദേശം പ്രപദ്യേ. അല്ലയോ ഭഗവാനെ, കാലം, കർമ്മം, ദൈവം, സ്വഭാവം എന്നീ നാലും അടങ്ങുന്നതാണ് ബാഹ്യശക്തിയുടെ നിമിത്ത കാരണ വിഭാഗം, അതായത് മായ. ബദ്ധനായ ജീവശക്തി ദ്രവ്യമെന്നും വിളിക്കപ്പെടുന്ന സൂക്ഷ്മ ഘടക പദാർത്ഥങ്ങൾ, അതായത് ഭൗതിക പ്രകൃതി, അതായത് മിഥ്യ അഹങ്കാരം, ആത്മാവിന്റെ സ്ഥാനം കൈക്കലാക്കി പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖല. അതായത് ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാല് ഇവിടെ പ്രഭുപാദര് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് മിഥ്യ അഹങ്കാരം ആത്മാവിന്റെ സ്ഥാനം കൈക്കലാക്കി പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖല എന്നാണ്. അതുപോലെ ശരീരത്തിന്റെ 16 ഘടകങ്ങളായ 11 ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ മായയുടെ ദ്രവ്യ പ്രധാന വിഭാഗമാണ്. നമ്മൾ ഭഗവത്ഗീതയില് 13-ാം അധ്യായത്തിൽ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. 13:6 നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഒരു വൃക്ഷം ശരീരത്തിൽ നിന്നും കർമ്മം ശരീരത്തിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഒരു വൃക്ഷം വിത്ത് വൃക്ഷത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നത് പോലെയാണിത്. പരസ്പര ഹേതുവും മായയാണെന്ന് വിളിക്കപ്പെടുന്നു. എന്റെ പ്രിയ ഭഗവാനെ, കാരണത്തിന്റെയും ഫലത്തിന്റെയും ഈ ചക്രത്തിൽ നിന്ന് അങ്ങക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും. ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ആരാധിക്കുന്നു. അപ്പൊ ഇതൊരു പ്രാർത്ഥന രൂപത്തിലുള്ള ശ്ലോകമാണ്. ശ്രീമദ് ഭാഗവതത്തില് മായയുടെ ശക്തിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ട് അങ്ങക്ക് ഈ ചക്രത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയും, അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പാദങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ജീവസത്ത പ്രധാനമായും മായയുടെ കാരണവിഭാഗത്തോട് ബന്ധപ്പെട്ടതാണെങ്കിലും അവൾ മായയുടെ ഘടകപദാർത്ഥങ്ങളാൽ ഭരിക്കപ്പെടുന്നു. മായയുടെ കാരണഭാഗത്ത് 3 ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി. ഇപ്പൊ മായയുടെ കാരണഭാഗത്ത് 3 ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്: ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി. ഈ ഘടകങ്ങൾ മായയുടെ പ്രധാന എന്ന ആവിഷ്കാരമാണ്. അതായത് മായയുടെ ത്രിഗുണങ്ങളുടെ നിഷ്ക്രിയാവസ്ഥയിലായിരിക്കുമ്പോൾ അവ പ്രകൃതി, അവ്യക്തം, പ്രധാനം എന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നു. അപ്രകട പ്രകൃതിയെ പരാമർശിക്കുന്നത് അവ്യക്തം എന്ന വാക്ക് പ്രധാനത്തിന്റെ മറ്റൊരു നാമമാണ്. അവ്യക്ത തലത്തിൽ ഭൗതിക പ്രകൃതിക്ക് വൈവിധ്യങ്ങളില്ല. മായയുടെ പ്രധാന എന്ന വിഭാഗത്തെയാണ് വൈവിധ്യങ്ങൾ പ്രത്യക്ഷമാക്കപ്പെടുന്നത്. പ്രധാന എന്ന വാക്കിന് അതിനാൽ അവ്യക്തം അഥവാ പ്രകൃതിയേക്കാൾ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മള് പ്രധാന എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ശ്ലോകം അതായത് അവ്യക്ത അവസ്ഥയിൽ ഉള്ളതാണ്. പിന്നീട് മഹാവിഷ്ണു പ്രകൃതിയുടെ മേല് ദൃഷ്ടി പതിപ്പിക്കുമ്പോഴാണ് അത് ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. 59 ജഗത് കാരണനഹേ പ്രകൃതി ജഡരൂപ ശക്തി സഞ്ചാരിയ താരേ കൃഷ്ണകരേ കൃപ. പ്രകൃതി മന്ദവും നിശ്ചേതനവുമായതിനാൽ അതിന് ഭൗതിക ലോകത്തിന്റെ കാരണമാകാൻ കഴിയില്ല. പക്ഷെ ജഡമായ ഭൗതികത്തിൽ നിന്നും അവിടുത്തെ ശക്തി ആവാഹിച്ചുകൊണ്ട് കൃഷ്ണൻ ഭഗവാൻ തന്റെ കാരുണ്യം പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ഭൗതിക പ്രകൃതിയുടെ ശക്തി ആവാഹിച്ചുകൊണ്ട് കൃഷ്ണൻ തന്റെ കാരുണ്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഭഗവാന്റെ കാരുണ്യമായിട്ടാണ് അത് കരുതുന്നത്. അപ്രകാരം കൃഷ്ണശക്തിയെ പ്രകൃതി ഗൗണകാരണ അഗ്നിശക്തിയെ ലഹോചേ പരേ ജാരണ. അപ്രകാരം പ്രകൃതി കൃഷ്ണ ഭഗവാന്റെ ശക്തിയാൽ ദ്വിതീയ കാരണമായിത്തീരുന്നു. അഗ്നിയുടെ ശക്തിയാൽ ഇരുമ്പ് ചുട്ടുപഴുക്കുന്നത് പോലെ. അതയേവ കൃഷ്ണമൂല ജഗത് കാരണ പ്രകൃതി കാരണയേ അജാലകസ്തന. അതുകൊണ്ട് ഭൗതിക പ്രകൃതിയുടെ
ഭൗതിക സൃഷ്ടിയുടെ ആദ്യ കാരണം കൃഷ്ണ ഭഗവാനാണ്. ആട്ടിൻ കഴുത്തിലെ മുലക്കണ്ണുകൾ പോലെയാണ് പ്രകൃതി. ആ മുലക്കണ്ണുകൾക്ക് പാൽ ചുരത്താനാകില്ല. അപ്പോ ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടിക്ക് കാരണം കൃഷ്ണ ഭഗവാനാണ്. അത് ഭഗവാന്റെ കാരുണ്യമായിട്ടാണ് പറയുന്നത്. പക്ഷെ അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ ആട്ടിന്റെ കഴുത്തിലെ മുലക്കണ്ണുകൾ. ആട്ടിന്റെ കഴുത്തിൽ ഒരു മുഴയുണ്ട്, മുലക്കണ്ണുകൾ പോലെ. പക്ഷെ അത് പാല് ചുരത്താൻ കഴിയില്ല. ഭൗതിക പ്രകൃതിയെ പ്രധാന അഥവാ പ്രകൃതി എന്ന വിഭാഗമാണ് ദ്രവ്യം വിതരണം ചെയ്യുന്നത്. കാരണഭാഗമായി അറിയപ്പെടുന്ന മായയും മേൽപ്പറഞ്ഞ പ്രകൃതിയും കൂട്ടിച്ചേർന്നതാണ് മായാശക്തി. നിശ്ചേതനമായ പ്രകൃതി സൃഷ്ടിയുടെ യഥാർത്ഥ കാരണമല്ല. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണന്റെ പൂർണ്ണ അംശവിസ്താരണമായ കാരണദേശ വിഷ്ണു അഥവാ മഹാവിഷ്ണു ആണ് ദ്രവ്യത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത്. ഈ വിധത്തിലാണ് പ്രകൃതിക്ക് ഘടകപദാർത്ഥങ്ങൾ ലഭ്യമാകാനുള്ള ശക്തി ഉണ്ടാകുന്നത്. ഇരുമ്പിനെ തവിപ്പിക്കാനോ പൊള്ളിക്കാനോ ശക്തിയില്ലെങ്കിൽ അഗ്നിയുമായി സമ്പർക്കം പുലർത്തുമ്പോൾ അവ ചുട്ടുപഴുക്കുകയും അപ്പോൾ വസ്തുക്കളിലേക്ക് ചൂടും പൊള്ളലും വ്യാപിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്നതിന് സാദൃശ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോ ഭൗതിക പ്രകൃതി ജഡപദാർത്ഥം, പക്ഷെ ഭഗവാൻ അതിനെ ആക്ടിവേറ്റ് ചെയ്യാണ്. പ്രകൃതി ഇരുമ്പിനെ പോലെയാണ്. കാരണം അഗ്നിയോട് ഉപയോഗിച്ചിട്ടുള്ള വിഷ്ണുവിന്റെ സ്പർശനം കൂടാതെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനില്ല. വിഷ്ണു ഭഗവാൻ ദൃഷ്ടിശക്തിയാൽ ഭൗതിക പ്രകൃതിയെ സക്രിയമാക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ ദൃഷ്ടി പതിപ്പിക്കുമ്പോഴാണ് ആക്ടിവേറ്റ് ആകുന്നത്. അതിനെ തുടർന്ന് പ്രകൃതി ദ്രവ്യവിധത്തിന്റെ പ്രകൃതിയായി തീരുന്നു. ഇരുമ്പ് ചുട്ടുപഴുത്തതിന് ശേഷം താപം വ്യാപിപ്പിക്കുന്ന കാര്യകർത്താവാകുന്നത് പോലെയാണിത്. ഭൗതിക പ്രകൃതിക്ക് സ്വതന്ത്രമായി ഭൗതിക ഘടകപദാർത്ഥങ്ങളുടെ വിതരണത്തിന്റെ കാര്യകർത്താവാകാൻ കഴിയുകയില്ല. ഇത് ശ്രീമദ് ഭാഗവത്തിൽ 3:28-40 ഭഗവാന്റെ അവതാരമായ കപിലദേവൻ കൂടുതൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. യഥോ ഉൽമുഖാ വിസ്തുലിംഗാ ധൂമാത് ഭാവി സ്വസംഭവാത് അഭിമദാസ് യഥാഗ്നി കൃത ഉൽമുഖാത്. ജ്വലിക്കുന്ന വിറകും സ്ഫുലിംഗങ്ങളുമെല്ലാം അഗ്നിയുടെ ഘടകങ്ങളാണെങ്കിലും വിറക് അഗ്നി നിന്നും പുക വിറകിൽ നിന്നും ഭിന്നമാണ്. പ്രഭുപാദയുടെ ഉദാഹരണമാണ്. പുകയും ജ്വലിക്കുന്ന വിറക് സ്ഫുലിംഗമെല്ലാം അഗ്നിയുടെ ഘടകങ്ങളാണെങ്കിലും വിറക് അഗ്നി നിന്നും പുക വിറകിൽ നിന്നും ഭിന്നമാണ്. രണ്ടും വ്യത്യസ്തമാണ്. പക്ഷെ സംയോജിക്കുമ്പോഴാണ് അതിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. പഞ്ചഭൂതങ്ങൾ, അതായത് ഭൂമി, ജലം, അഗ്നി ആദിയായവ പുക പോലെയും ജീവസത്തകൾ സ്ഫുലിംഗങ്ങൾ പോലെയും പ്രധാന എന്ന പ്രകൃതി കത്തുന്ന വിറക് പോലെയാണ്. പക്ഷെ അവയെല്ലാം പരമദിവ്യ പുരുഷനായ ഭഗവാനിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നവയും അപ്രകാരം അവയുടെ സ്വശേഷികൾ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുന്നതുമാണ്. മറ്റു വാക്കുകളിൽ എല്ലാ ആവിഷ്കാരങ്ങളുടെയും ഉത്ഭവം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. അപ്പൊ നമ്മൾ ഭൗതികയിൽ നോക്കിക്കഴിഞ്ഞാലും മയത്യക്ഷേന പറയും സചാചരം ചേതാനേന കൗന്ദയ ജഗത് വിപരിവർത്തത. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, മയത്യക്ഷേന, എന്റെ സൂപ്പർവിഷനിലാണ് ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. ഭൗതിക പ്രകൃതിക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ പ്രയോഗക്ഷമമാകുമ്പോൾ മാത്രം എല്ലാം ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഒരു സ്ത്രീക്ക് പുരുഷന്റെ ശുക്ലത്താൽ ഗർഭവതിയാക്കുന്നതിന് ശേഷം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുന്നത് പോലെ ഭൗതിക പ്രകൃതിക്ക് മഹാവിഷ്ണുവിനാൽ കടാക്ഷിക്കപ്പെട്ടതിന് ശേഷം ഭൗതിക പദാർത്ഥങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നു. അതിനാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മേൽനോട്ടത്തിൽ നിന്ന് സ്വതന്ത്രയാകാൻ കഴിയുകയില്ല. ഇത് ഭഗവത്ഗീതയിൽ 9:10 ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. മയത്യക്ഷേന പ്രകൃതിയും ശ്രീയതേ സചാചരം. പ്രകൃതി അഥവാ സമഗ്ര പ്രകൃതി ശക്തി പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ മേൽനോട്ടത്തിലാണ്.
ഭൗതിക തന്മാത്രകളുടെ മൂലസ്രോതസ് കൃഷ്ണനാണ്. അതിനാൽ കൃഷ്ണനെ വിസ്മരിച്ചുകൊണ്ട് പ്രകൃതിയെ ഈ ഘടകങ്ങളുടെ സ്രോതസ്സായി കണക്കാനുള്ള നാസ്തികരായ സാങ്ക്യ ദർശകരുടെ ഉദ്യമം ആട്ടിൻ കഴുത്തിലെ ഞാണിന് കിടക്കുന്ന തോലിലെ ഉലക്കണിൽ നിന്നും പാൽ നേടാനുള്ള ശ്രമം പോലെ പാഴാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, ഭഗവാന്റെ കാരുണ്യത്താലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. സർവകാരണ കാരണം. അപ്പൊ ഒന്നും തനിയെ ഉണ്ടാകില്ല, തനിയെ പ്രവർത്തിക്കില്ല, അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. പണ്ട് പ്രഭുപാദർ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ നിരീശ്വരവാദികള് ആൾക്കാർക്ക് ബ്രെഡും പഴവും എടുത്തിട്ട് ചോദിക്കും, ഇത് ആരാ തന്നത് എന്ന് ചോദിക്കും. അപ്പോ അവര് പറയും, നിങ്ങളാണ് തന്നത്. അപ്പൊ ഞങ്ങളല്ലേ തന്നത്, അപ്പൊ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ദൈവം ഇല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ്. പക്ഷേ പ്രഭുപാദർ ചോദിക്കുന്നത്, അവരത് കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ ഇൻഗ്രീഡിയൻസ് എങ്ങനെ കിട്ടി, അല്ലെ? ബ്രെഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെ കിട്ടി, അല്ലെങ്കിൽ ആ സസ്യങ്ങൾ എങ്ങനെ വളർന്നു, അതിന്റെ ആ സൃഷ്ടിയുടെ കാരണം ആരാണ്? അപ്പോ അതാണ് സർവകാരണ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു, ഇമ്മീഡിയറ്റ് കാസ്, ഒന്ന് റിമോട്ട് ക്ലാസ്, ഇനി ഒന്ന് അൾട്ടിമേറ്റ് കാസ്. അപ്പൊ അൾട്ടിമേറ്റ് കാസ് എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ഇമ്മീഡിയറ്റ് കാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ഭക്ഷണങ്ങൾ കഴിയുന്നു, ഒരാൾ തരുന്നതായിരിക്കും. പക്ഷെ അതിന്റെ കാരണം സർവകാരണം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രജ്ഞന്മാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. മായ അംശേ കഹീതാരെ നിമിത്ത കാരണ സെഹനഹേ പ്രാത്തെ കർത്താഹേതു നാരായണ. ഭൗതികപ്രതിയുടെ മായാ വിഭാഗമാണ് പ്രപഞ്ച സൃഷ്ടിയുടെ നേരിട്ടുള്ള കാരണം. പക്ഷെ അതിനും യഥാർത്ഥ കാരണമാകാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ മൂലകാരണം ഭഗവാൻ നാരായണൻ. അദ്ദേഹം പറഞ്ഞത് അന്തിമ കാരണം, അൾട്ടിമേറ്റ് കാസ്, അത് ഭഗവാൻ തന്നെയാണ്. ഇനി വേറൊരു ഉദാഹരണം ഇവിടെ പറയുന്നു. കടേര നിമിത്തഖേതു ജയിച്ചേ കുംഭകാരം തൈച്ചേ ജഗതേര കർത്ത പുരുഷാവതാര. മൺകുടത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവ് കുംഭകൻ ആയിരിക്കുന്നത് പോലെ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടാവ് പ്രഥമ പുരുഷാവതാരം കാരണദശായി വിഷ്ണു ആണ്. മൺകുടത്തെ ഉണ്ടാക്കുന്നത് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ ആരാ മണ്ണുണ്ടാക്കിയത്? ആ മണ്ണ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? അപ്പൊ ഈ ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ്. പക്ഷെ അദ്ദേഹത്തിന് ജ്ഞാനവും ഇൻഗ്രീഡിയൻസും കൊടുത്തത് ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ നമ്മള് സെക്കൻഡ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. 64 വായിക്കാം. കൃഷ്ണകർത്താമായ തന്റെ കരേന സഹായ കടേര കാരണ ചക്രദണ്ഡാദി ഉപായ. കൃഷ്ണനാണ് യഥാർത്ഥ സൃഷ്ടാവ്. മായ അവിടുന്ന് ഉപകരണം എന്ന രീതിയിൽ സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കുംഭകാരന്റെ ചക്രവും ഉപകരണങ്ങളും ഒരു കുടത്തിന്റെ ഉപകരണ കാരണങ്ങളാകുന്നത് പോലെ അവതാരം പുരുഷൻ വിദൂരിൽ നിന്നും മായയ്ക്കുമേൽ ദൃഷ്ടിപാതം ചെയ്യുന്നു. അപ്രകാരം അവിടുന്ന് ജീവനാകുന്ന ബീജങ്ങൾ അവ ഗർഭവതിയാക്കുന്നു. ഇപ്പോ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ സംയോജിക്കണം. അതുപോലെ ആണ് ഇപ്പോ ഭഗവാൻ പുരുഷനാണ്, പ്രകൃതി എന്ന് പറഞ്ഞാൽ അതാണ് ഉദാഹരണം. അപ്പൊ ഈ പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പലപ്പോഴും നിരീശ്വരവാദികൾ അത് വർദ്ധിക്കാറുണ്ട്. ഏക അംഗാഭാസേകരേ മായാദേ മിലിന മായാഹൈദേ ജന്മേത ബ്രഹ്മാണ്ടേ രഗണ. അവിടുത്തെ ശരീരത്തിൽ നിന്നും പ്രതിഫലിക്കുന്ന രശ്മികൾ മാനസിഷ്ടമായി പെടുകയും അപ്രകാരം അവൾ അസംഖ്യം പ്രപഞ്ചങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു. ഒരു വലിയ അതിന്റെ ഭാവാർത്ഥം വളരെ
വലുതാണ്. 1, 2, 3, 4, 5 പേജോളം ഉണ്ട്. നേത്രങ്ങൾക്ക് ദൃശ്യമായ വിശ്വാവിഷ്കാരം പരമസത്യത്തിന്റെ വിശിഷ്ട സത്യം തന്നെ സാധ്യമാണ് വൈദിക നിർണയം. എന്നാൽ വിശ്വാവിഷ്കാരത്തിന് ഹേതു ഭൗതിക പ്രകൃതിയാണ് നാസ്തികരുടെ നിഗമനം. അപ്പോ നാസ്തിക നിരീശ്വരകള് പറയുന്നത് വിശ്വാവിഷ്കാരത്തിന്റെ ഹേതു ഭൗതിക പ്രകൃതിയാണ്. അപ്പൊ അതാണ് പ്രഭുപാദര് ചോദിച്ചത്, എപ്പോഴും ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ ഭൗതിക പ്രകൃതി ആരുടെ ഭൗതിക പ്രകൃതിയാണ്? അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? അപ്പൊ അതിന് വ്യക്തമായ കാരണം കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ബിഗ് ബാങ് തിയറിയൊക്കെ അത് വളരെ എന്താ പറയാ പരാജയപ്പെട്ടു, അതിനെ ഡിസ്പ്രൂവ് ചെയ്തതാണ്. പരമസത്യ ശക്തി ആധ്യാത്മികവും ഭൗതികവും തടസ്സവും. ആധ്യാത്മികം, ഭൗതികം, തടസ്സം. പരമസത്യമായ സത്യം അവിടുന്ന് ആധ്യാത്മിക ശക്തിയിൽ നിന്നും അന്യനാണ്. ആധ്യാത്മിക ശക്തിയുടെ ഭയപ്പെടുമ്പോൾ മാത്രമേ ഭൗതിക ശക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ ഭൗതിക ശക്തിക്ക് തനിയെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അപ്പൊ ആധ്യാത്മിക ശക്തിയുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഭൗതിക ശക്തിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ താൽക്കാലികമായ ഭൗതിക ആവിഷ്കാരങ്ങൾ അവിധത്തിൽ സക്രിയമായി കാണപ്പെടുന്നു. അപ്പൊ നമുക്കറിയാം ഭൗതിക സൃഷ്ടി താൽക്കാലികമാണ്. തടസ്സശക്തിയുടെ ജീവസത്തകൾ ബദ്ധാവസ്ഥയിൽ ആധ്യാത്മിക ഭൗതിക ശക്തികളുടെ ഒരു സമ്മിശ്രമാണ്. ജീവസത്ത തടസ്സശക്തിയാണ്. തടസ്സശക്തി മൗലികമായ ആധ്യാത്മിക ശക്തിയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ സ്മരണാതീത കാലം മുതൽക്കേ ഉള്ള വിസ്മൃതി മൂലം ജീവശക്തികൾ ഭൗതിക ശക്തിയുടെ പരിധിക്കുള്ളിൽ അലിഞ്ഞു തിരിയുകയാണ്. ജീവാത്മാവ് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയിൽ പതിച്ചെന്ന് പറയുകയാണ്. ഭഗവാനുമായിട്ടുള്ള, അതായത് എപ്പോഴാണെന്ന് പറയാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ സ്മരണാതീത കാലം മുതൽക്കേ. വിസ്മൃതി മൂലം ഭഗവാനെ വിസ്മരിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനിൽ അസൂയ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഭഗവാനിൽ നിന്നും വേർപെട്ടു. ആ ജീവസത്തകൾ ഭൗതിക പ്രകൃതിയിൽ പതിച്ചു. അപ്പോൾ ഇവിടെ അലഞ്ഞു തിരികെയാണ്. മനഃഷ്ഠാനിന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. ഭഗവത്ഗീത പറയുന്നുണ്ട് അല്ലെ, അമ്മൈവാംശ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ഠാനിന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. മനസ്സും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇവിടെ സ്ട്രഗിൾ ചെയ്യണം. ആധ്യാത്മിക തലത്തിലുള്ള തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ദുരൂപകം ചെയ്യുന്നതാണ് ജീവാത്മാവിന്റെ വിധാനം. കാരണം ഇത് ജീവസത്തയുടെ ആധ്യാത്മിക ശക്തിയുമായി ബന്ധത്തിൽ നിന്ന് വേർപെടുന്നു. പക്ഷെ ജീവസത്ത ഭഗവാന്റെയോ അവിടുത്തെ പരിശുദ്ധ ഭക്തന്റെയോ കാരുണ്യത്താൽ ബോധദീപ്തനാക്കപ്പെടുമ്പോൾ അവൻ പ്രേമഭരിതമായ സേവനമെന്ന തന്റെ ആദിമ തലം വീണ്ടെടുക്കാൻ തൽപരനാവുകയും തദ്വാര ആനന്ദത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഏറ്റവും മംഗളകരമായ തലത്തിലെത്തുകയും ചെയ്യും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഒരു ജീവസത്ത വീണ്ടും ഭഗവാന്റെ സേവനത്തിലേക്ക് വരുന്നത് എന്ന് പറയുകയാണ്. അതായത് ഭഗവാന്റെയോ പരിശുദ്ധ ഭക്തന്റെ കാരുണ്യത്താൽ, അതാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്, ഗുരുകൃഷ്ണ പ്രസാദേവായ് ഭക്തദാ ബീച്ച് ബ്രഹ്മാണ്ഡ പ്രമിതേ കോനോ ഭാഗ്യവാൻ ജീവ ഗുരുകൃഷ്ണ പ്രസാദേവായ് ഭക്തിലതാ ബീച്ച്. ഈ അലഞ്ഞു തിരിയുന്ന ജീവാത്മാവ് ഗുരുവിന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാൻ ഇടയാവുമ്പോൾ ആ പരിശുദ്ധ ഭക്തൻ ആ ജീവാത്മാവില് ഭക്തി എന്ന ബീജം ഇടുകയാണ്. അപ്പൊ അവിടെ നിന്ന് മുതലാണ് അത് വളർന്ന് വരുന്നത്. അങ്ങനെയുള്ള ജീവാത്മാവ് ഭാഗ്യവാനാണ് എന്ന് ചൈതന്യമാത്മ ഭാഗ്യവാൻ ജീവ എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ജീവാത്മാവിനെ തിരിച്ച് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവും അവതരിച്ചത്.
അപ്പൊ അവിടെയാണ് നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യം, ബലറാമന്റെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. തടസ്സനായ ജീവൻ തന്റെ ശക്തിയല്ല, പകരം ശക്തനാണെന്ന് സ്വേച്ഛാനുസരണം കരുതുമ്പോൾ അവന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് ചെയ്യപ്പെടുകയും അവൻ ശാശ്വതമായ സേവന ഭാവത്തിൽ നിന്ന് പ്രതികൂല ഭാവം സംഭവിക്കുകയും ചെയ്യുന്നു. സ്വന്തം അസ്തിത്വത്തെ കുറിച്ചുള്ള അവന്റെ ഈ വിദ്യാസങ്കല്പം അവനെ പ്രതിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള മനോനിലയിലേക്ക് നയിക്കുന്നു. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മള് ഭഗവാനെ മറന്നുകൊണ്ട് നമ്മളാണ് ശരിയായ ബോസ്, മുതലാളി, ഉടമസ്ഥൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം ആരംഭിക്കുന്നു. ഭൗതിക പ്രകൃതി ആധ്യാത്മിക ശക്തിക്ക് നേർ വിപരീതമാണെന്ന് തോന്നും. എന്നാൽ ഭൗതിക ശക്തിക്ക് ആധ്യാത്മിക ശക്തിയോടുള്ള ബന്ധപ്പെട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. രണ്ടും രണ്ടാണെങ്കിലും അവര് വിപരീതമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇവർ തമ്മിൽ യോജിച്ചാലേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നതാണ് വാസ്തവം. മൗലികമായ കൃഷ്ണന്റെ ശക്തി ആധ്യാത്മികമാണ്. പക്ഷേ ഇത് വിവിധ രീതിയിലുള്ള പ്രവർത്തിക്കുന്നു. വിദ്യുശക്തിക്ക് അതിന്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളിലൂടെ ശീതീകരിക്കാനും തണുപ്പിക്കാനും കഴിയുന്നത് പോലെ ഭൗതിക ശക്തി മായാശക്തിയുടെ വേഗത്താൽ ആവരണം ചെയ്യപ്പെട്ട ആധ്യാത്മിക ശക്തി തന്നെയാണ്. അതിനാൽ ഭൗതിക ശക്തി അതിന്റെ പ്രവർത്തനത്തിൽ സ്വയം പര്യാപ്തമല്ല. കൃഷ്ണൻ അവിടുത്തെ ആധ്യാത്മിക ശക്തി ഭൗതിക ശക്തിയിൽ നിഷേധിക്കുന്നു. അപ്പോൾ അതിന്റെ പ്രവർത്തിക്കാൻ കഴിയുന്നു. ഇരുമ്പ് അഗ്നിയാൽ തണുപ്പിക്കപ്പെടുമ്പോൾ അഗ്നി സമാനമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പോലെ ആധ്യാത്മിക ശക്തിയാൽ ശാക്തീകരിക്കപ്പെടുമ്പോൾ മാത്രമേ ഭൗതിക ശക്തി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ പ്രഭുപാദിയുടെ ഒരു ഉദാഹരണം വരുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി കൊണ്ട് ചൂടും ഉത്പാദിപ്പിക്കാൻ പറ്റും, തണുപ്പും ഉത്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുപോലെ ജീവാത്മാവ് നമ്മള് ഭഗവാന്റെ സേവനത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതിയെ തന്നെ ഭഗവാന്റെ സേവനത്തിന് ഉപയോഗപ്പെടുത്തുമ്പോൾ അത് ആധ്യാത്മികമായി മാറും. അപ്പൊ അതാണ് ഒരിക്കല് പ്രഭുപാദയുടെ ഒരു ശിഷ്യൻ ചോദിച്ചു, അപ്പോ എല്ലാവരും ഡിവോട്ടി ആയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ചോദിച്ചു. ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഫണ്ണിയല്ല, അതൊരു സീരിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രഭുപാദര് അതിന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാല് ഈ ഭൗതിക ലോകം വൈകുണ്ഠമായി മാറും. പക്ഷെ അങ്ങനെ അത് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇതൊരു ജയിലാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരല്ല. പക്ഷെ അങ്ങനെ ആയാൽ വളരെ നന്നായി. ഭൂലോകം തന്നെ വൈകുണ്ഠമായി മാറും. പരമപ്രഭുവിന്റെ ആധ്യാത്മിക ശക്തികളിൽ ഒന്നായ ജീവസത്ത ഭൗതിക ശക്തിയുടെ വേഗത്താൽ മറയ്ക്കപ്പെടുമ്പോൾ ആധ്യാത്മിക ശക്തിയുടെ പ്രവർത്തനങ്ങൾ വിസ്മരിക്കുകയും ഭൗതിക സൃഷ്ടി സംഭവിക്കുന്നതെല്ലാം അത്ഭുതകരമായി കണക്കാക്കുകയും ചെയ്യുന്നു. പക്ഷെ പൂർണ്ണമായ കൃഷ്ണാബോധത്തിൽ ഭക്തിയുത സേവനത്തിൽ വ്യാപൃതനാവുകയും അതുമൂലം നേരത്തെ തന്നെ ആത്മീയ ശക്തി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഭൗതിക ശക്തിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ലെന്ന വസ്തുത മനസ്സിലാക്കുന്നു. എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നാലും അവയെല്ലാം ആധ്യാത്മിക ശക്തിയുടെ സഹായത്താലാണ്. ആധ്യാത്മിക ശക്തിയുടെ തന്നെ ഒരു വികൃത രൂപമായ ഭൗതിക ശക്തി സർവ്വതിനെയും വികൃതമായി അവതരിപ്പിക്കുന്നു. ഇത് മിഥ്യാസങ്കല്പത്തിൽ നിന്നും ദ്വന്ദ്ഭാവത്തിൽ നിന്നും കാരണമാകുന്നു. ഭൗതിക പ്രകൃതിയുടെ വശീകരണത്താൽ ബദ്ധരായ ഭൗതിക ശാസ്ത്രജ്ഞന്മാരും ദാർശനികരും ഭൗതിക ശക്തി തന്നെത്താൻ പ്രവർത്തിക്കുന്നതെന്ന് കരുതുകയും അതുമൂലം ആട്ടിൻ കഴുത്തിലെ മുലക്കണ്ണുകൾ പോലെ ഞാൻ കിടക്കുന്ന തൊക്കിൽ നിന്നും പാൽ നേടാൻ ശ്രമിക്കുന്ന വിഭ്രാന്തരായ വ്യക്തിയെ പോലെ ഭഗ്നരാകുകയും ചെയ്യുന്നു. ഈ തൊക്കിൽ നിന്ന് പാൽ ലഭിക്കാൻ യാതൊരു സാധ്യമില്ലാത്തതുപോലെ ഭൗതിക ശക്തിയാൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ച് സൃഷ്ടിയുടെ മൂലകാരണം മനസ്സിലാക്കാൻ ഒരുവനും ഒരു വിജയ സാധ്യതയുമില്ല. അത്തരത്തിലുള്ള ഉദ്യമം കേവലം അജ്ഞതയുടെ പ്രദർശനമാണ്. ഇവിടെ പ്രഭുപാദര് ശാസ്ത്രജ്ഞന്മാരെ വിമർശിക്കുകയാണ്. പരമദിവ്യ പുരുഷനായ ഭഗവാന്റെ ഭൗതിക ശക്തിയെ മായ എന്ന് വിളിക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ രണ്ട് കാര്യങ്ങളിലൂടെ സൃഷ്ടിദ്രവ്യങ്ങൾ ലഭ്യമാകുന്നതിലൂടെയും ഭൗതിക സൃഷ്ടിക്ക് കാരണമാകുന്നതിലൂടെയും. നേരത്തെ പഠിച്ചതാണ് രണ്ട് കാര്യങ്ങള്. ഒന്ന്, സൃഷ്ടിക്ക്
ദ്രവ്യങ്ങൾ ലഭ്യമാക്കി കൊടുക്കുന്നു. പിന്നെ രണ്ടാമത് ഭൗതിക സൃഷ്ടിക്ക് കാരണമായി. അത് ബദ്ധാത്മാവിന്റെ സൃഷ്ടിയുടെ യഥാർത്ഥ സത്യം അറിയാൻ കഴിവില്ലാത്തവരാകുന്നു. എന്നാൽ ജീവസത്ത തന്റെ ജഡമായ ബദ്ധജീവിതത്തിൽ നിന്ന് മുക്തനാക്കപ്പെടുമ്പോൾ അവന് ഭൗതിക പ്രകൃതിയുടെ ആവരണാത്മവും വിപ്രമാത്മവുമായ രണ്ട് വ്യത്യസ്ത പ്രവൃത്തികളെ തിരിച്ചറിയാൻ കഴിയും. ഇപ്പൊ നമുക്ക് മായയിലായതുകൊണ്ടാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്. അപ്പൊ വായിൽ നിന്ന് വിമുക്തമാകുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതായത് ഇപ്പോ ഒരാളിന്റെ രണ്ട് കൈയും കെട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ ബദ്ധാവസ്ഥയിൽ നിന്ന് മുക്തനാക്കാൻ കഴിയുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ കൈ തന്നെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോ മുക്തനായ, അതുകൊണ്ടാണ് നമുക്ക് ശീല പ്രഭുപാദത്തിൽ പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം മുക്താത്മാവാണ്. സൃഷ്ടിയുടെ ഉത്ഭവം പരമദിവ്യത്വം കൃഷ്ണനായ ഭഗവാനാണ്. ഭഗവത്ഗീതയിൽ 9:10 സ്വീകരിച്ചിട്ടുള്ളത് ഭൗതിക പ്രപഞ്ചം പ്രവർത്തിക്കുന്ന ത്രിഗുണങ്ങളുടെ ഭൗതിക ശക്തിയാൽ നിഷേധിക്കുന്ന ഭഗവാന്റെ നിർദ്ദേശത്തിന്റെ കീഴിലാണ്. ഭൗതിക ശക്തിക്ക് ലഭ്യമായ ഘടകപദാർത്ഥങ്ങൾ ത്രിഗുണങ്ങളാൽ വിഷുദ്ധമാക്കുമ്പോൾ നാനാവിധത്തിലുള്ള സാമഗ്രികൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഒരു ചിത്രകാരൻ ചുവപ്പ്, മഞ്ഞ, നീല എന്നീ വർണ്ണങ്ങൾ സമ്മിശ്രമായി പല വിധത്തിലുള്ള ചിത്രങ്ങൾ രചിക്കുന്നത് പോലെയാണിത്. ഇപ്പോ ഒരു ഉദാഹരണം പറയുന്നു. ചിത്രകാരൻ പല കളറുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പടം വരയ്ക്കുന്നു. അപ്പൊ അത് പൂർണ്ണമായി തീരുകയും ഒരു കലാസൃഷ്ടിയായി പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ മഞ്ഞ സത്വഗുണത്തെയും ചുവപ്പ് രജോഗുണത്തെയും നീല തമസിനെയും പ്രതികരിക്കുന്നു. അപ്പൊ ഇത് ഓർമ്മിക്കുക, സത്വഗുണം എന്ന് പറയുന്നത് മഞ്ഞ, അല്ലെങ്കിൽ വെള്ളയും ഉൾപ്പെടുന്ന, ചുവപ്പ് രജോഗുണം, നീല തമസ്. അതിനാൽ വർണ്ണഭരിതമായ ഭൗതിക സൃഷ്ടിയുടെ മിശ്രിതങ്ങൾ 81 വൈവിധ്യങ്ങളെ പ്രതികരിക്കുന്ന ഈ ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തനമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ അതിനിവിടെ 81 എന്ന് പറയുന്നുണ്ട്. അത് 3 × 3 = 9. ആ 9നെ വീണ്ടും 9 ഗുണിക്കുമ്പോഴാണ് 81 ആകുന്നത്. അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അതിന്റെ സംയോജനമാണ്. ഭൗതിക സൃഷ്ടിയാൽ വ്യാമോഹിക്കപ്പെടുന്ന ബദ്ധാത്മാവ് സൃഷ്ടിയുടെ 81 വൈവിധ്യങ്ങളിൽ ഭ്രമിച്ച് ഭൗതിക സൃഷ്ടിക്ക് മേൽ അതീശത്വം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ശലഭം അഗ്നിയെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ പരമജീവിതം പുരുഷനായ ഭഗവാനുമായി തന്റെ ശാശ്വതമായ ബന്ധത്തെ വിസ്മരിക്കുന്നത് പോലും ജീവാത്മാവ് വന്ന് ഭവിക്കുന്നതിന്റെ ആകത്തുകയാണ് ഈ മോഹമായ വലയം. ആത്മാവ് ബന്ധനാകുമ്പോൾ ഇന്ദ്രിയ സുഖത്തിൽ മുഴുകുന്നതിന് ഭൗതിക ശക്തിയാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നു. എന്നാൽ ഒരുവൻ ആധ്യാത്മിക ശക്തിയാൽ വിച്ഛിന്നനാകുമ്പോൾ പരമോന്നതനായ ഭഗവാനുമായുള്ള അവന്റെ ശാശ്വത ബന്ധത്തിൽ അവിടുത്തെ പ്രേമഫല സേവനത്തിൽ സ്വയം മുഴുകുന്നു. ഇപ്പൊ ഒരുപാട് ഭാഗവതത്തില് പലതും വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആധ്യാത്മിക ലോകത്തിൽ ആദി കാരണം കൃഷ്ണനാണ്. ഇത് തന്നെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത്. ഭൗതിക സൃഷ്ടിയുടെ പരോക്ഷ കാരണവും അവിടെ നിന്നാണ്. പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള കാരണം ഭഗവാനാണെന്ന് പറയാം. തടസ്സശക്തിയായ ജീവസത്തയുടെ മൂലകാരണം അവിടെ നിന്ന് തന്നെ. ജീവസത്തുക്കളുടെ നായകനും സംരക്ഷകനും അവിടെ നിന്ന്. എന്തെന്നാൽ തടസ്സശക്തിയായ അവർക്ക് ആത്മീയ ശക്തിയുടെ സംരക്ഷണത്തിലോ അല്ലെങ്കിൽ ഭൗതിക ശക്തിയുടെ ആവരണത്തിന് കീഴിലോ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പൊ നമ്മുടെ ഓരോ പ്രവർത്തനവും നടക്കുന്നത് പരമാത്മാവ് ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. പരമാത്മാവാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ആക്ഷൻ ചെയ്യുന്നത്. ഉപദിഷ്ട അനുബന്ധ ഭോക്ത അതേശ്വര ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അചിന്ത്യമായ സ്വശക്തിയാൽ താൻ ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിലും പ്രവർത്തിക്കാൻ കഴിവുള്ള കൃഷ്ണൻ മാത്രമാണ് സ്വാതന്ത്ര്യം ദൃശ്യമാക്കുന്നതെന്ന് ആധ്യാത്മിക ശക്തിയുടെ സഹായത്തോടെ നമുക്ക് ബോധ്യം വരുത്താൻ കഴിയും. ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ്. സ്വരാട് എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. നമുക്ക് ആ ഫുൾ സ്വാതന്ത്ര്യം ഇല്ല. പരമദിവ്യത്വം പുരുഷനായ ഭഗവാൻ പരിപൂർണനും ജീവസത്തകൾക്ക് സമ്പൂർണതയുടെ വിഭിന്നാംശങ്ങളുമാണ്. ഭഗവാനും ജീവസത്തകളും തമ്മിലുള്ള ബന്ധം അനശ്വരമാണ്.
തുച്ഛമായ ഭൗതിക ശക്തിക്ക് ആധ്യാത്മിക സമ്പൂർണതയെ ചെറിയ അംശങ്ങളായി വിഭജിക്കാൻ കഴിയുമെന്ന് ഒരുവൻ ഒരിക്കൽ തെറ്റായി ചിന്തിക്കരുത്. ഈ മായാവാദ സിദ്ധാന്തത്തെ ഭഗവത്ഗീത പിന്തുണയ്ക്കുന്നില്ല. മറിച്ച് ജീവസത്തകൾ ശാശ്വതമായി ഭഗവാന്റെ ആധ്യാത്മിക സമ്പൂർണ്ണയുടെ ചെറിയ അംശങ്ങളാണെന്ന് അത് വ്യക്തമായി പ്രസ്താവിക്കുന്നു. നമ്മൾ ഭഗവത്ഗീതയിലും പഠിച്ചിട്ടുള്ള മമൈവാംശ ജീവരോഗി ജീവഭൂത സനാതന, എന്റെ അംശമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. സമ്പൂർണതയ്ക്ക് തുല്യമാകാൻ അംശത്തിന് കഴിയാത്തതുപോലെ ആധ്യാത്മിക സമഗ്രയുടെ നിസ്സാര അംശമായ ജീവസത്തയ്ക്ക് പരമോന്നതായ സമ്പൂർണതായ പരമദിവ്യത്വ പുരുഷനായ ഭഗവാന് തുല്യനാകാൻ ഒരിക്കലും കഴിയില്ല. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഭഗവാൻ ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം ശാശ്വതമായി നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് പറഞ്ഞു. മാമൈവാംശ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പറയുന്നു. ശാശ്വതമായി അംശമാണ്. അളവിന്റെ കാര്യത്തിൽ ഭഗവാനും തമ്മിൽ പൂർണ്ണവും അംശവും തമ്മിലുള്ള ബന്ധമാണ് ഉള്ളതെങ്കിലും ഗുണപരമായി നോക്കുന്ന പക്ഷം അംശങ്ങൾ സമ്പൂർണതയായി ഏകത്വത്തിലാണ്. ഗുണത്തിൽ നമ്മൾ ഒന്നാണ്. അപ്രകാരം നമ്മൾ പല പ്രാവശ്യം ചർച്ച, എന്തുകൊണ്ടാണ് നമുക്ക് മോഷ്ടിക്കാനുള്ള പ്രവണത ഉള്ളത്? കാരണം ഭഗവാൻ ഉള്ളത് കൊണ്ട്. എന്തുകൊണ്ട് ദേഷ്യം വരുന്നു? കാരണം ഭഗവാനും ദേഷ്യമുണ്ട്. ഭഗവാന്റെ ദേഷ്യമാണ് നശിംബ അവതാരമായി വന്നത്. ഭഗവാൻ തുല്യരാണെങ്കിൽ അവർ സദാ അവിടെ നിന്ന് ആശ്രയം കൊള്ളുന്ന അപേക്ഷിക്കുന്ന സ്ഥിതിയാണ്. പരമദിവ്യത്വ പുരുഷൻ എല്ലാത്തിന്റെയും നിയന്താവാണ്. ജീവസത്തകൾ ആത്മീയ ശക്തിയാലോ അല്ലെങ്കിൽ ഭൗതിക ശക്തിയാലോ എല്ലായ്പ്പോഴും നിയന്ത്രിക്കപ്പെടുന്നവരും അതിനാൽ ജീവസത്തയ്ക്ക് ഒരിക്കലും ആത്മീയമായോ ഭൗതികമായോ ആയ ശക്തികളുടെ നിയന്ത്രണമാകാൻ കഴിയുകയില്ല. ജീവസത്തയുടെ സ്വാഭാവിക സ്ഥിതി സർവദാ പരമദിവ്യത്വ പുരുഷനായ ഭഗവാന്റെ താഴേക്കിടയിലാണ്. ഒരുവൻ ഈ സ്ഥിതി പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ അവന്റെ ജീവിതം പരിപൂർണമാകുന്നു. അപ്പോ ഇതാണ് അതിന്റെ കൺക്ലൂഷൻ. പക്ഷേ ഒരുവൻ ഈ തത്വത്തെ എതിർക്കുമ്പോൾ അവൻ ബദ്ധാവസ്ഥയിൽ ആകുന്നു. അപ്പൊ അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും വീണ്ടും പ്രഭുപാദർ നമുക്ക് പറഞ്ഞു തരാം. ഇത് നമുക്ക് ഭഗവത്ഗീതയിലും ഇതിന് തൊട്ടു മുമ്പുള്ള ചാപ്റ്ററിലും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ്. പക്ഷെ വീണ്ടും പ്രഭുപാദർ വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷനാണ് ബലറാം. ആ ബലറാമിന്റെ മഹാത്മ്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ ബലറാമാണ് നിത്യാനന്ദ മഹാപ്രഭു. അപ്പൊ ആ നിത്യാനന്ദ പ്രഭു ആണ് ബലറാം തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ബലറാമായിട്ട് അവതരിച്ചപ്പോഴും അതായത് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ടാണ്. പക്ഷെ എന്നിട്ടും ഭഗവാൻ പറയുന്നതെല്ലാം അവസാനം ആരംഗീകരിക്കുന്നു? ബലറാം അംഗീകരിക്കുന്നുണ്ട്. നമുക്കറിയാം സുഭദ്രാഹരണത്തിലും ബലരാമൻ അല്ലേ? പക്ഷെ പിന്നീട് ഭഗവാൻ അംഗീകരിച്ചു. അതുപോലെ മഹാഭാരത യുദ്ധത്തിലും ബലരാമൻ യുദ്ധത്തിൽ നിന്നും വിട്ടുനിന്നു. പക്ഷെ വീണ്ടും തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഭീമനും ദുര്യോധനും തമ്മിൽ കാണാനിടയായി. പക്ഷെ ഭീമന്റെ അനീതി എതിർക്കുകയും ചെയ്തു. പക്ഷെ അവിടെയും കൃഷ്ണൻ തടസ്സപ്പെടുത്തി ബലരാമനുമായിട്ട് തർക്കിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോ ബലരാമൻ നിത്യാനന്ദ പ്രഭുവായിട്ട് വന്നപ്പോഴും ലക്ഷ്മണനായിട്ട് വന്നപ്പോഴും എല്ലാം ഭഗവാന്റെ സേവനത്തിലായിരുന്നു മനസ്സിലാക്കുക. അപ്പോ അതുകൊണ്ടാണ് നിത്യാനന്ദ ബലറാമാണ് ഇതിനെല്ലാം കാരണം. ബലറാമാണ് എല്ലാം കാരണം എന്ന് പറയാൻ കാരണം. ഭഗവാന്റെ എക്സ്പാൻഷൻ ആണെങ്കിലും എല്ലാത്തിനും അവിടെ നിന്നുള്ള കാരണമാണ്. അപ്പൊ ആ ബലറാമന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കിട്ടുകയില്ല എന്ന് പ്രഭുപാദർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിത്യാനന്ദ പ്രഭുവിന്റെ സേവിക്കേണ്ടതും നമ്മുടെ കടമയാണ്. അപ്പൊ നമുക്കറിയാം ഈ പാനിഹട്ടി ഫെസ്റ്റിവൽ നമ്മൾ ആഘോഷിക്കുമ്പോഴും ഈ നിത്യാനന്ദ പ്രഭുവിന്റെ മഹാത്മ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിത്യാനന്ദ പ്രഭുവിന്റെ ലീലയാണിത്. നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹമില്ലാതെ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുകയില്ല.
അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. നമ്മൾ വായിച്ചത് ഇന്ന് 6 വരെ വായിച്ചു കഴിഞ്ഞു. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ വായിക്കേണ്ടത് 5:67 നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ 5:45 ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഒരുപാട് ദീക്ഷയെടുത്ത ഭക്തന്മാര് ക്ലാസ്സിലുണ്ട്. അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു, ഗംഭീര ക്ലാസ് ആയിരുന്നു. നന്ദി പ്രഭുജി. സ്വാഗതം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ.